ശിവശങ്കർ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് മാറ്റണമെന്ന ഇഡിയുടെ വാദം അനുകൂലിച്ച് സുപ്രീം കോടതി. വിചാരണ മാറ്റണമെന്ന ഇഡിയുടെ വാദം എതിർക്കേണ്ടതില്ലെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു. കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന ഇഡിയുടെ വാദം ഗുരുതരമാണെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ എല്ലാ കക്ഷികൾക്കും കോടതി നോട്ടീസ് അയച്ചു. കേസ് കേരളത്തിൽ നിന്ന് മാറ്റേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാരും ശിവശങ്കറും നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാറ്റേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ശിവശങ്കറും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചിരിക്കുകയാണ് ഇത് കർണാടകയിലേക്ക് മാറ്റാമെന്ന്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി. അത് വാക്കാൽ ഉള്ള കോടതിയുടെ പരാമർശമാണ് എങ്കിൽ പോലും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ അത് മുനയൊടിയുന്ന വാദങ്ങളാണ്, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ശക്തമായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല ഇക്കാര്യത്തിൽ. എന്തുകൊണ്ട് മാറ്റരുത് എന്ന കാര്യത്തിൽ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു വാദം പോലും മുന്നോട്ട് വയ്ക്കാനില്ല. ഇത് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തും, ഇവിടുത്തെ അന്വേഷണ സംഘങ്ങളുടെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തും തുടങ്ങിയ കാരണങ്ങൾ മാത്രമായിരുന്നു കോടതിക്ക് മുന്നിൽ പ്രധാനമായും സർക്കാരിന് വെക്കാനുണ്ടായിരുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത് ഇവിടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക്, കർണാടകയിലേക്ക് ഈ കേസ് മാറ്റണമെന്ന ഒരു ആവശ്യമാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. കാരണം സംസ്ഥാന ഭരണത്തിലുള്ള നിരവധി ആളുകൾ ഉൾപ്പെട്ടതാണ് ഈ കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം തന്നെ പ്രമുഖരായ ആളുകളാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പ്രതിപട്ടികയിലേക്ക് എത്തി. എം ശിവശങ്കർ പ്രതിപട്ടികയിലേക്ക് എത്തി. മുൻ സ്പീക്കർ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വന്നു അവർക്ക്. അങ്ങനെ നിരവധി ആളുകൾ ആരോപണ മുൾമുനയിൽ നിൽക്കുന്ന ഒരു കേസിൽ ആ സംസ്ഥാന സർക്കാരിന് കീഴിൽ തന്നെ വീണ്ടും അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിൽ കൂടി അതിന്റെ വിചാരണ നടപടികൾ സംസ്ഥാനത്ത് തന്നെ തുടരുന്നത് കേസിൽ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുതാര്യമായ മുന്നോട്ട് പോക്കിനെ ബാധിക്കുമെന്ന് തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ. ആ വാദങ്ങളാണ് പൂർണ്ണമായും തന്നെ ഇവിടെ അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ പ്രാഥമിക വാദങ്ങൾ പൂർത്തിയാകുമ്പോൾ തന്നെ മുന്നോട്ട് പോകുന്ന ചരിത്രം അടക്കമുള്ള സ്വപ്ന സുരേഷും ചരിത്രം എല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങളെ ഉൾക്കൊള്ളുകയായിരുന്നു, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തത്. മറിച്ച് എം ശിവശങ്കറും സംസ്ഥാന സർക്കാരുമാണ് അവിടെ കേസ് മാറ്റുന്നതിനെ, വിചാരണ നടപടികൾ മാറ്റുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തവുമാണ്. എം ശിവശങ്കറിനെ പോലുള്ള ചില ആളുകൾക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കേസിൽ നിന്ന് സർക്കാരിന്റെ ഒരു സഹായം ഇവിടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാകുമ്പോൾ ലഭിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ എം ശിവശങ്കറും സംസ്ഥാന സർക്കാരും എല്ലാം ഒരേ നിലപാടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. അവിടെയാണ് വിചാരണ മാറ്റണമെന്ന ഇഡിയുടെ വാദം എതിർക്കേണ്ടതില്ല എന്ന് കോടതി വാക്കാൽ തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ വിശദമായ വാദങ്ങൾ, എല്ലാ കക്ഷികളുടെയും വാദങ്ങൾ, 24ഓളം പ്രതികളുണ്ട്, അതിൽ 14 പേരാണ് നിലവിൽ കക്ഷിയേർന്നിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളുടെ എല്ലാം തന്നെ വാദങ്ങൾ ഇക്കാര്യത്തിൽ കേൾക്കേണ്ടതുണ്ട്. എന്നാൽ പ്രാഥമികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ കോടതി ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കി തന്നെയാണ് അതിനെ സുപ്രീം കോടതി അനുകൂലിച്ചിരിക്കുന്നത്. വിചാരണ മാറ്റണമെന്ന വാദം എന്തുകൊണ്ട് എതിർക്കണമെന്ന ഒരു മറുചോദ്യം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു ആരോപണമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. കാരണം സംസ്ഥാന സർക്കാരിൽ മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇതിലെ ചില പ്രതികൾക്കുള്ള അടുത്ത ബന്ധവുമായി ബന്ധപ്പെട്ട് വളരെ ചർച്ചകൾ നടന്നിരുന്നു. എം ശിവശങ്കറും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഏറ്റവും ഒടുവിൽ അങ്ങനെയുള്ള സംസ്ഥാന സർക്കാരിന് കീഴിൽ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിചാരണ നടത്തണമെന്ന് ശിവശങ്കർ അടക്കം ആവശ്യപ്പെടുമ്പോഴാണ് ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ച വലിയ ആശങ്കകൾ, ആ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് കോടതി കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. നിരന്തരമായ വാദപ്രതിവാദങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതിൽ എന്തുകൊണ്ടാണ് തങ്ങൾ ഈ കേസ് കർണാടകയിലേക്ക് മാറ്റണമെന്ന്
നടന്നിരുന്നു. അതിൽ എന്തുകൊണ്ടാണ് തങ്ങൾ ഈ കേസ് കർണാടകയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ ഇതിലെ ഓരോ പ്രതികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ കോടതിയിൽ വാദിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിരുന്നു. അതിലെ ഓരോ പ്രതികളും എത്രമാത്രം പ്രമുഖരാണ്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ എത്രമാത്രം സ്വാധീനമുള്ള ആളുകളാണ്, ഭരണത്തിൽ എത്രമാത്രം സ്വാധീനമുള്ള ആളുകളാണ് എന്നെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനും കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള തെളിവുകളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള വാദങ്ങളാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തിയത്. ആ വാദങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ വലിയ തോതിൽ പരിഗണനയ്ക്ക് വരുന്നു, അല്ലെങ്കിൽ കോടതിയുടെ വാക്കാലുള്ള പരാമർശത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ അന്തിമമായി തന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി തന്നെ കോടതി ഈ വാദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇതിൽ വിശദമായ ഒരു വാദത്തിലേക്ക് കടന്നുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, സംസ്ഥാനത്ത് നടന്നാൽ എന്ന വാദങ്ങൾ തന്നെയാണ് ഇവിടെ ഉൾക്കൊള്ളിയിരിക്കുന്നത്. കേസിൽ എല്ലാ കക്ഷികൾക്കും തന്നെ ഇതിൽ എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ കേസ് സംസ്ഥാനത്ത് തന്നെ അതിന്റെ വിചാരണ നടപടികൾ തുടരണമെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അതിന് പിന്നിലുള്ള ദുരുദ്ദേശങ്ങൾ തന്നെയാണ് സംശയിക്കേണ്ടത്. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ നടപടികൾ പൂർത്തിയാക്കിയ, അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയ ഒരു കേസിൽ തുടർ വിചാരണകൾ അത് എവിടെ വെച്ച് നടന്നാലും അത് തുടർന്ന് മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനമെന്നിരിക്കെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നു, കേരളത്തിന് പുറത്തേക്ക് ഈ വിചാരണ നടപടികൾ മാറ്റരുത് എന്ന് പറയുമ്പോൾ അവിടെ വലിയ സംശയങ്ങൾ ബാക്കിയാകുന്നു. ആ കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദങ്ങളായി ഉയർത്തി കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരുടെ ആശങ്കകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അത് സുതാര്യമായി തന്നെ വിചാരണ നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം അന്തിമ വിധി വരുന്നത് വരെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നടപടികളെല്ലാം സുതാര്യമായിരിക്കണം എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്നാൽ അന്വേഷണത്തിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയപ്പോൾ അവർക്കെതിരെ പോലും കേസെടുത്ത് അന്വേഷണത്തെ തകർക്കാനുള്ള നീക്കം നടത്തിയ സംസ്ഥാന സർക്കാരിന് കീഴിൽ സുതാര്യമായ ഒരു അന്വേഷണവുമായി വിചാരണ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തുന്ന വാദം. കാരണം നേരത്തെ അന്വേഷണ സംഘങ്ങളുടെ മനോവീര്യം കെടുത്തുന്നതിന് വേണ്ടി വലിയ കേസുകൾ എടുത്തു. ഏറ്റവും ഒടുവിൽ കോടതി നടപടികൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും ശേഷമാണ് അത്തരത്തിലുള്ള ഒരു കേസ് അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ കേസ് തള്ളിയത്. അതുവരെ നീണ്ട ഒരു നിയമ നടപടികളിൽ അന്വേഷണ സംഘത്തെ കുടുക്കിയിടാനുള്ള, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുരുക്കിയിടാനുള്ള നീക്കങ്ങൾ ആസൂത്രിതമായി തന്നെ നടന്നിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും അന്വേഷണത്തെ തടസ്സപ്പെടുത്താനും അന്വേഷണ സംഘത്തിന്റെ മനോവീര്യം തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ആ വാദങ്ങൾ കോടതി കൂടി ഉൾക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യ ശ്രീ ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് കേരളത്തിൽ വിചാരണ തുടർന്നാൽ സുതാര്യമാകില്ലെന്നും അതുപോലെ തന്നെ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു ഇഡിയുടെ വാദം. ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോടതി വാക്കാൽ പരാമർശിച്ചത് എന്തൊക്കെയാണ്? മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എൻ ശിവശങ്കരൻ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അതിന്റെ വിചാരണ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് മാറ്റണം എന്നതായിരുന്നു ഇപ്പോൾ ജിജീഷ് കരുണാകരൻ തുടരുന്നുണ്ട്. ജിജീഷ്, ഇത്തരത്തിൽ വിചാരണ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് മാറ്റുന്നതിനെ എന്തുകൊണ്ടാണ് സർക്കാർ എതിർക്കുന്നത്? സർക്കാർ അതിന് പുറമെ പറയുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ബംഗളൂരുവിലേക്ക് കേസ് മാറ്റാൻ തക്ക കാരണങ്ങളില്ല, സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അംഗീകരിച്ചാൽ തന്നെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റാൻ തക്കതായ കാരണങ്ങളില്ല എന്നാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പെറ്റീഷനിൽ പറയുന്നത്. മാത്രമല്ല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്ന കാര്യം കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടലുകൾ ഈ കേസിൽ കൂടുതലായി ഉണ്ടാകും, ഈ കേസ് മാറ്റിയാൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങളാണ് പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത്. കേരളത്തിന് പുറത്തേക്ക് മാറ്റാൻ തക്കതായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഇഡിക്ക് കഴിഞ്ഞില്ല എന്നൊരു കാര്യം കൂടി നേരത്തെ അവർ ഹർജിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റാൻ തക്കതായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റിയാൽ അത് സംസ്ഥാന ഭരണ നിർവഹണത്തെയും ജുഡീഷ്യറിയുടെ വിശ്വാസത്തെയും ബാധിക്കുമെന്നെല്ലാമുള്ള ഒരു മുടന്തൽ
എന്ന് പറയുന്നത് ഏറ്റവും പ്രമാദമായ ഒരു കേസാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖരിലേക്ക് അടക്കം ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള, അന്വേഷണം നടന്നിട്ടുള്ള, ചോദ്യം ചെയ്യലുകൾ നടന്നിട്ടുള്ള ഒരു കേസാണ്. അത്തരത്തിലുള്ള ഒരു കേസിൽ ആ സംസ്ഥാനത്തിന് കീഴിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റു നടപടികൾ കൂടി, വിചാരണ നടപടികൾ അടക്കം പൂർത്തിയാക്കി അന്തിമ വിധിയിലേക്ക് എത്തിക്കുക എന്നത് അതിന് നയപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണ സംഘം എന്ന നിലയിൽ തങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ഭരണത്തിലുള്ള ആളുകൾക്കെതിരെയാണ് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരിക്കുന്നത്. അതിൽ ഉൾപ്പെട്ടിരുന്ന മുൻ സ്പീക്കറെ അടക്കം തങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നു. ആ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസിൽ, എം ശിവശങ്കർ തന്നെ ഈ കേസിൽ പ്രതിപട്ടികയിലേക്ക് എത്തിയ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ വെച്ച്, കേരളത്തിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടപടികൾ സുതാര്യമായി പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടപടികൾ സുതാര്യമായി പൂർത്തിയാകാൻ വേണ്ടി, വിചാരണ നടപടികൾ സുതാര്യമായി പൂർത്തിയാകാൻ വേണ്ടി കേരളത്തിന്റെ പുറത്തേക്ക് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ, നിലവിൽ അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നതിന് പരിമിതികളുള്ള മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുകയാണ് അഭികാമ്യം എന്ന ഒരു കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിന് നേരത്തെ അവർ കണ്ടെത്തിയ ചില വാദങ്ങൾ, അല്ലെങ്കിൽ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകൾ, പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ ഉയർത്തി കാണിക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, ഈ ഇഡിയുടെ വാദം അംഗീകരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. എന്താണ് സുപ്രീം കോടതി ഈ ഇതിൽ സംബന്ധിച്ച വാക്കാൽ പരാമർശം നടത്തിയത്? അനുകൂലിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് സംബന്ധിച്ച ഒരു അന്തിമ ഉത്തരവ് ഇനി കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇഡി മുൻപോട്ട് വെച്ചത് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള എം ശിവശങ്കർ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്, അത് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് മാറ്റണം എന്ന ആവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വെച്ചത്. അതിന് കാരണമായി ഇഡി വാദമായി ചൂണ്ടിക്കാട്ടിയത് എം ശിവശങ്കർ ഉൾപ്പെടെ ഈ കേസിലെ പ്രതിയായിട്ടുള്ളവരും ഒപ്പം കേസിൽ ആരോപണം നേരിടുന്ന മറ്റു വ്യക്തികളും സംസ്ഥാന സർക്കാരുമായി അടുത്ത ബന്ധമുള്ളവരും സംസ്ഥാന സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിവുള്ളവരും സംസ്ഥാന സർക്കാരിൽ വ്യക്തമായ പിടിപാടുള്ളവരുമാണ്. അതുകൊണ്ട് കേരളത്തിൽ തന്നെ വിചാരണ നടക്കുമ്പോൾ അതിന്റെ വിചാരണ അട്ടിമറിക്കപ്പെടുന്നതിനും ഒപ്പം കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും തെളിവുകൾ ഇല്ലാതാക്കാനും പോകുന്ന കഴിവുള്ള ആളുകളാണ് ഈ കേസിലെ പ്രതികളും ഒപ്പം ഈ കേസിൽ ആരോപണം നേരിടുന്നവരും എന്ന വ്യക്തമായ കാരണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2022 സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിന്റെ വാദം നടക്കവേ ഇതിന് പിന്തുണയ്ക്കുന്ന നിരവധി രേഖകളും ഒപ്പം കേസുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിക്ക് മുൻപാകെ നൽകിയിരുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരും ശിവശങ്കറും ഈ കേസിന്മേൽ ഇതിന്മേൽ തന്നെ പ്രത്യേകം സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ശിവശങ്കർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒരു കാരണവശാലും കേസിന്റെ വാദം കേരളത്തിൽ നിന്ന് മാറ്റരുത്. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നു. കേന്ദ്രത്തിലെ ഭരണകക്ഷിയെ പ്രീതിപ്പെടുത്താനാണ് ഇഡിയുടെ നീക്കം എന്നുള്ളതാണ് ശിവശങ്കറിന്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതോടൊപ്പം തന്നെ കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ കോടതി നടപടികളിൽ ആർക്കെങ്കിലും ഇടപെടാൻ സാധിക്കുമെന്ന തെറ്റായ വാദമാണ് ഇഡി ഉന്നയിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വാദമായിരുന്നു ശിവശങ്കർ ഉന്നയിച്ചത്. ഒപ്പം സംസ്ഥാന സർക്കാരും കേസിൽ പ്രത്യേകം സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. അതിലൊന്നിൽ ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാനത്ത് അന്വേഷണ ഏജൻസികളുടെയും ജുഡീഷ്യറിയുടെയും വിശ്വാസ്യത തകർക്കുകയാണ് ഈ കേസ് മാറ്റുന്നതിലൂടെ കൂടി ഉണ്ടാവുക. അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കരുത്. കൂടാതെ എം ശിവശങ്കർ നിലവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല, അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. എം ശിവശങ്കറിന് കേസിൽ സംസ്ഥാന സർക്കാരിനുമായി ഇടപെട്ടുകൊണ്ട് കേസിൽ സ്വാധീനം നടത്താൻ സാധിക്കില്ല തുടങ്ങിയിട്ടുള്ള ന്യായങ്ങളും വാദങ്ങളുമായിരുന്നു സംസ്ഥാന സർക്കാരും ശിവശങ്കറും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പ്രത്യേകം സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇന്ന് കേസ് പരിഗണിക്കവേ കേരള സർക്കാരിന് വേണ്ടി ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന് ഈ കേസിൽ ഹാജരാക്കാൻ സാധിച്ചില്ല. മുതിർന്ന അഭിഭാഷകൻ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലായതിനാൽ ഈ കേസിൽ ഹാജരാക്കാൻ സാധിച്ചില്ല. തുടർന്നാണ് ഈ കേസ് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾക്കിടെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വാക്കാലുള്ള നിരീക്ഷണം ഉണ്ടായത്. ഈ കേസിൽ ഇഡിയുടെ വാദത്തെ നിങ്ങൾ എതിർക്കേണ്ടതില്ല എന്ന വാക്കാലുള്ള നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ജസ്റ്റിസ് സുന്ദരേഷ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് ഇഡിയുടെ വാദം
വാദം ഒരു പരിധിവരെ കോടതി അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിന് അനുവാദം നൽകുന്ന രീതിയിലേക്ക് കോടതി എത്തുന്നു. ഒപ്പം ED ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ, ഈ കേസ് കേരളത്തിൽ നിന്ന് മാറ്റണമെന്ന വാദത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ ഗുരുതരമാണ് എന്ന നിരീക്ഷണം കൂടി സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കേസിലെ പ്രതികളും M ശിവശങ്കർ ഉൾപ്പെടെയുള്ള പ്രതികളും ഒപ്പം ആരോപണം നേരിടുന്നവരും സർക്കാരിലെ പ്രമുഖരും സർക്കാരിൽ പിടിപാടുള്ളവരുമാണ്. അതുകൊണ്ട് ഈ കേസ് കേരളത്തിൽ തന്നെ നടത്തിയാൽ, അതിന്റെ വിചാരണ മുൻപോട്ട് പോയാൽ ആ വിചാരണ നടപടികൾ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകളിൽ കൃത്രിമം കാണിക്കാനോ പോലും സാധിക്കുന്ന തരത്തിൽ പിടിപാടുള്ളവരും സർക്കാരിലുള്ളവരുമാണ് ആരോപണം നേരിടുന്നവരും പ്രതികളായവരും എന്ന വാദമാണ് ED കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടിയത്. EDയുടെ വാദങ്ങൾ ഗുരുതരമാണ്, അല്ലെങ്കിൽ ഗുരുതരമുള്ള വാദങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടിയതെന്നും കേസ് കർണാടകയിലേക്ക് മാറ്റണം എന്നുള്ള വാദം എതിർക്കേണ്ടതില്ല എന്നുള്ള നിരീക്ഷണവുമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിലവിലുണ്ടായിട്ടുള്ളത് വാക്കാലുള്ള നിരീക്ഷണം മാത്രമാണ്. കോടതി ഇത് സംബന്ധിച്ചൊരു അന്തിമ വിധി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നിലവിൽ കേസിലെ എല്ലാ പ്രതികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിശദമായ വാദം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഒന്നുകിൽ അന്തിമ വിധി പറയുന്നതിന് വേണ്ടി കേസ് മാറ്റിവെക്കുകയോ അതല്ലെങ്കിൽ ഒരു വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനോ സാധ്യതയുണ്ട്. EDയുടെ വാദം ഗുരുതരമാണെന്നും കേസ് കേരളത്തിൽ നിന്ന് മാറ്റുന്നതിനെ എതിർക്കേണ്ടതില്ല എന്നും വാക്കാൽ നിരീക്ഷണം നടത്തിയ സ്ഥിതിക്ക് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്തിമ വിധി എന്താകും എന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാകും. കേസ് കർണാടകയിലേക്ക് മാറ്റാൻ EDയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസ്, സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസ് കർണാടകയിലേക്ക് മാറ്റുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. ശിവശങ്കറും സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ അത്തരത്തിൽ കേസ് മാറ്റുന്നത് എതിർത്തിരുന്നുവെങ്കിൽ പോലും ED ശക്തമായി തന്നെ അതിനുവേണ്ടി വാദിക്കുകയും, കാരണം പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ പ്രതിയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അതിലെ കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും ആരോപണ സ്ഥാനത്ത് നിന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ, മുഖ്യമന്ത്രിയിലേക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.